അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ താരീഖുൽ ഇസ്ലാമിലെ 12ാമത്തെ ചാപ്റ്റർ റബ്ബിഗ്ഫിർലി വഹബ്ലി മുൽക. എന്റെ രക്ഷിതാവെ, എനിക്ക് നീ മാപ്പ് നൽകുകയും വലിയൊരു അധികാരവും നൽകണമേ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണത്. ഇതിന്റെ മുന്നത്തെ പാഠത്തിന്റെ ഒരു തുടർച്ചയെന്ന് പറയാം. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് 12 മക്കളുണ്ടായിരുന്നു. അതിലെ പ്രശസ്തനും പ്രവാചകനും മഹാരാജാവുമായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ലോകത്തിന്റെ അധികാരം കൊടുത്തു. അഥവാ മനുഷ്യരും ജിന്നുകളും പക്ഷികളും മറ്റു വന്യമൃഗങ്ങളും എല്ലാ ജീവികളുടെയും മാത്രമല്ല കാറ്റിന്റെയും അധികാരം വരെ അല്ലാഹു തആല സുലൈമാൻ നബിക്ക് നൽകി. ഇതാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. നമുക്ക് വായിക്കാം. ദാവൂദ് അലൈഹി ഇസ്ലാമിന് 12 മക്കളുണ്ടായിരുന്നു. അതിൽ പ്രശസ്തൻ റസൂലും മഹാരാജാവുമായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാണ്. 13ാം വയസ്സിൽ ഭരണമേറ്റ അദ്ദേഹം പിന്നീട് ഭൂലോക ചക്രവർത്തിയായി 40 വർഷക്കാലം ഭരണം നടത്തി. ദുരഭിമാനികളായ സച്ചാധിപതികൾ, എന്താണ് ദുരഭിമാനികളായെന്ന് പറഞ്ഞാല്? പൊങ്ങച്ചക്കാര്, സ്വയം പൊക്കിപ്പറയുന്ന ആളുകൾ. സ്വച്ഛാധിപതികൾ എന്ന് പറഞ്ഞാലോ സ്വന്തം ഇഷ്ടപ്രകാരം ഭരണം നടത്തുന്നവർക്കാണ് സ്വച്ഛാധിപതികൾ എന്ന് പറയുന്നത്. ഇവര് ഭരണം നടത്തിയിരുന്ന കാലം അവരെ വെല്ലുന്ന അധികാരം മുഅ്ജിസത്തായി നൽകാൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു. മറ്റാർക്കും നൽകാത്ത അധികാരം അല്ലാഹു തആല നബിക്ക് നൽകി. പക്ഷികളെയും വന്യജീവികളെയും മനുഷ്യരെയും ജിന്നുകളെയും പിശാചുക്കളെയും കാറ്റിനെയും അധീനപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സുലൈമാൻ അലൈഹിസ്സലാം എല്ലാ രാജാക്കളെയും കീഴ്പ്പെടുത്തി. പിശാചുക്കളിൽ ചിലരെ വിവിധ ജോലികളേക്ക് ഉപയോഗിച്ചു. ധിക്കാരികളെ ചങ്ങലിൽ ബന്ധിച്ചു. തന്റെ കൂട്ടുകാരെയും പട്ടാളത്തെയും കയറ്റിയ പരവതാന് വഹിച്ചുകൊണ്ട് കാറ്റ് നബി നിർദ്ദേശപ്രകാരം സഞ്ചരിച്ചു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ജീവജാലങ്ങളുടെ സംസാരം മനസ്സിലാകുമായിരുന്നു. ദാവൂദ് അലൈഹി ഇസ്ലാം ആരംഭിച്ച ബൈത്തുൽ മഖ്ദിസിന്റെ പുനർനിർമ്മാണം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പൂർത്തിയാക്കി. തുടർന്ന് മക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിച്ചു. മടക്കയാത്രയിൽ യമനിലെ സ്വന്നായിലെത്തിയപ്പോ സബയിലെ ബിൽഖീസ് രാജ്ഞിയെ കുറിച്ച് ഹുദ്ഹുദ് പക്ഷി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. എന്താണ് ഹുദ്ഹുദ്? മരം കൊത്തി എന്ന പക്ഷിയാണ് ഹുദ്ഹുദ്. അത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, സൂര്യനെ ആരാധിക്കുന്ന ഒരു സമൂഹം, അവരെ ഒരു സ്ത്രീ അടക്കി ഭരിക്കുന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ബിൽഖീസിന് ഒരു കത്തെഴുതി. അള്ളാഹുവിന്റെ നാമത്തിൽ എന്നോട് നിങ്ങൾ അഹങ്കാരം കാണിക്കരുത്, നിങ്ങൾ മുസ്ലിങ്ങളായി എന്റെ അടുത്ത് വരിക. ഹുദ്ഹുദാണ് കത്ത് കൊണ്ടുപോയത്. നേരത്തെ പറഞ്ഞു ഹുദ്ഹുദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ മരം കൊത്തി പക്ഷി. കത്ത് കിട്ടിയ ബിൽക്കീസ് രാജ്യത്തെ പ്രമുഖരോട് കൂടിയാലോചിച്ചു. ആദ്യം സുലൈമാൻ നബി അലൈഹി നിലപാടറിയാൻ പാരിതോഷികങ്ങളുമായി ആളെ അയച്ചു. ഹുദ്ഹുദ് മുഖേന വിവരമറിഞ്ഞ സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകൾക്ക് കൽപ്പന നൽകി. അവർ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികൾ ഉപയോഗിച്ച് വിശാലമായ മൈതാനവും ചുറ്റുമതിലും സജ്ജീകരിച്ചു. വഴിയുടെ 2 ഭാഗങ്ങളിലും കരയിലെയും കടലിലെയും സുന്ദര ജീവികൾ അണിനിരത്തി. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തന്റെ സിംഹാസനത്തിലിരുന്ന് ചുറ്റും ജിന്നുകളും മനുഷ്യരും പക്ഷികളും വന്യജീവികളും അണിനിരന്നു. പാരിതോഷവുമായി എത്തിയവർ അമ്പരന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അത് സ്വീകരിച്ചിട്ടുമില്ല. കീഴ്പ്പെടാൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞാൽ കൽപ്പിച്ചു. തിരിച്ചെത്തിയ ദൂതന്മാരിൽ നിന്ന് വിവരമറിഞ്ഞ ബിൽക്കീസ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. അവരെ അത്ഭുതപ്പെടുത്താൻ തീരുമാനിച്ച സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ബിൽഖീസിന് വേണ്ടി ഒരു സ്ഫടിക കൊട്ടാരം നിർമ്മിച്ചു. സ്ഫടികം എന്ന് പറഞ്ഞാലൊരു ചില്ലിക്കൊട്ടാർ നിർമ്മിച്ചു. അതിൽ ബിൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവന്നു വെക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. സിംഹാസനം കൊട്ടാരത്തിനകത്ത് വെച്ച് വാതിലടച്ച് പൂട്ടി പാറാവുകാരെ നിരത്തിയായിരുന്നു ബിൽക്കീസ് പുറപ്പെട്ടത്. സദസ്യരോട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അവർ എന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ആരാണ് സിംഹാസനം കൊണ്ടുവരിക? ജിന്നുവർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു, അങ്ങ് എഴുന്നേൽക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. അതായത് ന്യായവിധിക്കായി സിംഹാസനത്തിൽ ഇരുന്നാൽ ഉച്ചക്കായിരുന്നു നബി എഴുന്നേൽക്കാറുള്ളത്. അപ്പൊ അത്രയും സമയം
ഇരുന്ന് എനിക്ക് മുമ്പാണ് ഞാൻ കൊണ്ടുവരാം, സിംഹാസനം കൊണ്ടുവരാം ഇഫ്രീത്ത് പറഞ്ഞത്. ഇഫ്രീത്ത് എന്നാല് എന്താണ്? ശക്തനായ ജിന്നിന്റെ പേരാണ് ഇഫ്രീത്ത്. വലിയ യാസ്ബുൽ ബർഖിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളുടെ കണ്ണ് ചിമ തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മി എണീക്കുന്നതിന് മുമ്പ്, കണ്ണ് പൂട്ടി എണീക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം, സെക്കൻഡുകളെ കൊണ്ട് ഞാൻ കൊണ്ടുവരാം എന്നർത്ഥം. സിംഹാസനം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സന്നിധിയിലെത്തിയവർ അള്ളാഹു താല സ്തുതിച്ചു. അപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ജിന്നുകളെക്കാളും പവറാണ്. ഇവിടെ ഇഫ്രീത്ത് ജിന്നാണ്. ജിന്നെന്ത് പറഞ്ഞു? അങ്ങ് എണീക്കുന്നതിന് മുമ്പ്, അഥവാ ഉച്ചക്കാണ് എണീക്കുക, രാവിലെ ഇരുന്നാൽ ഉച്ച വരെ ഇരിക്കും, ആ ഇരിക്കുന്നതിന് അത്ര സമയം കൊണ്ട് ഞാൻ എത്തിക്കാമെന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ വലിയ യാസ്ബുൽ ബർഖി എന്ന് പറഞ്ഞു, താങ്കളുടെ കണ്ണ് ചെമ്മി എണീക്കുന്നതിന് മുമ്പ്, അതായത് സെക്കൻഡുകളെ കൊണ്ട് ഞാൻ എത്രയോ ദൂരമുള്ള ആ സിംഹാസനം ഞാൻ ഇവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. മനസ്സിലാകുന്നത് ഔലിയാക്കൾക്കാണ് പവറുള്ളത്. ബിൽഖീസും പരിവാരവും എത്തി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സന്നദ്ധിയിൽ അത്ഭുതങ്ങൾ അവരെ അതിശയിപ്പിച്ച് അത്ഭുതപ്പെടുത്തി. അവർ ഇസ്ലാം ആശ്ലേഷിച്ചു പറഞ്ഞാൽ എന്താ? സ്വീകരിച്ചു. സുലൈമാൻ അലൈഹി ഇസ്ലാം ബിൽഖീസ് രാജ്ഞി വിവാഹം ചെയ്തു. ഒരു ദിവസം ബൈത്തുൽ മഖ്ദിസ് നിസ്കരിക്കവേ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വഫാത്തായി. തന്റെ മുമ്പിൽ കഠിനാധ്വാനം ചെയ്തിരുന്ന ജിന്നുകളും പിശാചുക്കളും മനുഷ്യരും ഒരു വർഷം കഴിഞ്ഞ് മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണവിവരം അറിയുന്നത്. വഫാത്ത് സമയത്ത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് 53 വയസ്സുണ്ടായിരുന്നു. ഇനി തദ്രീബാത്ത് വായിക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നഖറു വനഫം. ഇതിൽ കൊടുത്ത പദങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം. 1 ദുരഭിമാനികൾ, പൊങ്ങച്ചക്ക. 2 സ്വച്ഛാധിപതികൾ, സ്വന്തം ഇഷ്ടപ്രകാരം ഭരണം നടത്തുന്നവർ. 3 ഹുദ്ഹുദ്, മരംകൊത്തി. 4 ബിൽഖീസ്, യമനിലെ രാജ്ഞി. 5 ഇഫ്രീത്ത്, ശക്തനായ ജിന്ന്. 6 ആസ്ബുൽ ബർഖിയ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സദസ്സിലെ ഒരു വലിയ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നസിൽ ചേർത്ത് എഴുതാം. 1 ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ, ലെറ്റർ സി 12. രണ്ടാമത്തത് ഭരണമേൽക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വയസ്സ്, ലെറ്റർ ഡി 13. മൂന്നാമത്തത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഭരണം നടത്തിയ കൊല്ലം, ലെറ്റർ എ 40. നാലാമത്തത് വഫാത്താകുമ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വയസ്സ്, ലെറ്റർ ബി 53. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നുജീബ് ഉത്തരം എഴുതാം. ചോദ്യം 1, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചതെന്ത്? ഉത്തരം, ദുരഭിമാനികളായ സ്വച്ഛാധിപതികൾ ഭരണം നടത്തിയിരുന്ന കാലം അവരെ വെല്ലുന്ന അധികാരം മുഅ്ജിസത്തായി നൽകാൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു. ചോദ്യം 2, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല അധീനപ്പെടുത്തി കൊടുത്തു എന്തിനെയെല്ലാം? പക്ഷികളെയും വന്യജീവികളെയും മനുഷ്യരെയും ജിന്നുകളെയും പിശാചുക്കളെയും കാറ്റിനെയും അധീനപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. മൂന്നാമത്തെ ചോദ്യം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സഞ്ചാരം എങ്ങനെയായിരുന്നു? തന്റെ കൂട്ടുകാരെയും പട്ടാളത്തെയും കയറ്റിയ പരവതാനി വഹിച്ചുകൊണ്ട് കാറ്റ് നബിയുടെ നിർദ്ദേശപ്രകാരം സഞ്ചരിച്ചു. നാലാമത്തെ ചോദ്യം, യമനിലെ സൻആയിൽ വെച്ച് ഹുദ്ഹുദ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ അറിയിച്ചു ആരെക്കുറിച്ച്? സബയിലെ ബിൽഖീസ് രാജ്ഞിയെ കുറിച്ച്. അഞ്ചാമത്തെ ചോദ്യം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ബിൽഖീസ് രാജ്ഞിക്ക് എഴുതിയ കത്തിലെ ഉള്ളടക്കം എന്തായിരുന്നു? അള്ളാഹുവിന്റെ നാമത്തിൽ എന്നോട് നിങ്ങൾ അഹങ്കാരം കാണിക്കരുത്, നിങ്ങൾ മുസ്ലിങ്ങളായി എന്റെ അടുത്ത് വരിക. ആറാമത്തെ ചോദ്യം, കത്ത് കിട്ടിയ ബിൽഖീസ് രാജ്ഞി എന്ത് ചെയ്തു? രാജ്യത്തെ പ്രമുഖരോട് കൂടിയാലോചിച്ചു. ഇനി നാലാമത്തെ ആക്ടി തഖ്സീസ്, കുറിപ്പെഴുതുക. അതിൽ 1, ബിൽഖീസ് രാജ്ഞിയുടെ ഇസ്ലാം ആശ്ലേഷം എന്നാൽ സ്വീകരണം, ഇസ്ലാം സ്വീകരിക്കല്. നോക്കൂ, സുലൈമാൻ അലൈഹി ഇസ്ലാം ബിൽഖീസിന് കത്തെഴുതി, അള്ളാഹുവിന്റെ നാമത്തിൽ എന്നോട് നിങ്ങൾ അഹങ്കാരം കാണിക്കരുത്, നിങ്ങൾ മുസ്ലിങ്ങളായി എന്റെ അടുത്ത് വരിക. ഹുദ്ഹുദാണ് കത്ത് കൊണ്ടുപോയത്. കത്ത് കിട്ടിയ ബിൽഖീസ് രാജ്യത്തെ പ്രമുഖരോട് കൂടിയാലോചിച്ചു. ആദ്യം സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ നിലപാടറിയാൻ പാരിതോഷികങ്ങളുമായി ആളയച്ചു. ഹുദ്ഹുദ് മുഖേന വിവരമറിഞ്ഞ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ജിന്നുകൾക്ക് കൽപ്പന നൽകി. അവർ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികൾ ഉപയോഗിച്ച് വിശാലമായ മൈതാനവും ചുറ്റുമതിലും സജ്ജീകരിച്ചു.
വഴിയുടെ രണ്ട് ഭാഗങ്ങളിലും കരയിലെയും കടലിലെയും സുന്ദര ജീവികളെ അണിനിരത്തി. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സിംഹാസനത്തിലിരുന്നു. ചുറ്റും ജിന്നുകളും മനുഷ്യരും പക്ഷികളും വന്യജീവികളും അണിനിരന്നു. പാരിതോഷവുമായി എത്തിയവർ അമ്പരന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം അത് സ്വീകരിച്ചതുമില്ല. കീഴ്പ്പെടാൻ അവരോട് ആജ്ഞാപിച്ചു. തിരിച്ചെത്തിയ ദൂതന്മാരിൽ നിന്ന് വിവരമറിഞ്ഞ ബിൽഖീസ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. അവരെ അത്ഭുതപ്പെടുത്താൻ തീരുമാനിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസിന് വേണ്ടി ഒരു സ്ഫടിക കൊട്ടാരം നിർമ്മിച്ചു. അതിൽ ബിൽഖീസിന് സിംഹാസനം കൊണ്ടുവന്നു വെക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. സിംഹാസനം കൊട്ടാരത്തിനകത്ത് വെച്ച് വാതിലുകൾ അടച്ചു പൂട്ടി പാറാവുകാർ നിർത്തിയായിരുന്നു ബിൽഖീസ് പുറപ്പെട്ടത്. സദസ്യരോട് സുലൈമാൻ അലൈഹിസ്സലാം ചോദിച്ചു, അവർ എന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ആരാണ് സിംഹാസനം കൊണ്ടുവരിക? ജിന്നുവർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു, അങ്ങ് എഴുന്നേൽക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാം. അഥവാ ന്യായവിധിക്കായി സിംഹാസനത്തിരുന്നാൽ ഉച്ചക്കായിരുന്നു നബി എഴുന്നേൽക്കാറുള്ളത്. വലിയ ആസ്ബദ് ബർഖിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളുടെ കണ്ണ് ചിമ തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സന്നിധിയിലെത്തി. അവർ അല്ലാഹു തആല സ്തുതിച്ചു. ബിൽഖീസും പരിവാരവുമെത്തി. സുലൈമാൻ അലൈഹി സ്വലാമിന്റെ സന്നിധിയിൽ അത്ഭുതങ്ങൾ അവർ അതിശയിപ്പിച്ചു. അവർ ഇസ്ലാം ആശ്ലേഷിച്ചു. ഇങ്ങനെയാണ് ബിൽഖീസ് രാജ്ഞി ഇസ്ലാം സ്വീകരിച്ചത്. രണ്ടാമത്തെ വലിയും കറാമത്തും ഈ പാഠത്തിൽ പറഞ്ഞ വലിയായ ആസ്ബദ് ബർഖിയ റളിയല്ലാഹു അൻഹു കുറിച്ച് നമുക്ക് പറയാം. നോക്കൂ, സദസ്യരോട് സുലൈമാൻ അലൈഹി സ്വലാം ചോദിച്ചു, അവർ എന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ആരാണ് സിംഹാസനം കൊണ്ടുവരിക? ജിന്നുവർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു, അങ്ങ് എഴുന്നേൽക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. അഥവാ ന്യായവിധിക്കായി സിംഹാസനത്തിരുന്നാൽ ഉച്ചക്കായിരുന്നു നബി എഴുന്നേൽക്കാറുള്ളത്. വലിയ ആസ്ബദ് ബർഖിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളുടെ കണ്ണ് ചിമ തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. സിംഹാസനം സുലൈമാൻ അലൈഹി സ്വലാമിന്റെ സന്നിധിയിലെത്തി. അവർ അല്ലാഹു തആലയെ സ്തുതിച്ചു. അല്ലാഹു നമ്മുടെ എല്ലാ പരീക്ഷകളും വൻ വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.